ഈ പീരീഡ്സ് ഭയങ്കര സഫറിങ് ആണല്ലേ? അതിനെക്കാട്ട് സഫറിങ് ഈ പെൺകുട്ടികൾക്ക് പീരീഡ്സ് വരുമ്പോൾ അത് സഹിക്കുന്ന ആൺകുട്ടികളുടെ കാര്യമാണ്. വാട്ട് ഇഫ് ബോയ്സ് ഹാഡ് പീരീഡ്സ്? അയ്യോ, എന്നെ പറ്റി? എന്നെ കരയുന്നേ? ഒന്നും പറ്റൊന്നുമില്ല, എനിക്ക് വെറുതെ സങ്കടം വരുമോ? വെറുതെ സങ്കടം വരുന്നോ? വെറുതെ സങ്കടം പറ്റും. അയ്യോ, ഡേറ്റ് ആണോ? എടാ, ഇതൊക്കെ എല്ലാ ബോയ്സിനും എല്ലാ മാസവും വരുന്നല്ലേ. നീ ഒരു അച്ഛനാവാൻ വേണ്ടി പ്രകൃതി അനുഗ്രഹിച്ചു വിടുന്നല്ലേടാ. പിന്നെ അച്ഛനാവാൻ വേണ്ടി പ്രകൃതി ഒരു കാര്യം മറ്റൊരു മോട്ടിവേഷൻ ഉണ്ടാക്കരുത് കേട്ടോ. എനിക്കറിയാം എന്റെ ബുദ്ധിമുട്ട് എന്താത്. വെറുതെ കടാ അങ്ങനെ വന്ന് കണക്കായി പോയി കിട്ടിയെങ്കിൽ അവിടെ നിന്ന് കരഞ്ഞു മാങ്ങാത്തൂരി. ഇതിപ്പോ ഞങ്ങളായിരുന്നു കാണിച്ചെങ്കിലോ. ചൂട് വെള്ളം കുടിച്ചോ. എനിക്ക് വേണ്ട. എടാ ഇച്ചിരി കുടിക്കടാ, വയറുവേന ഇച്ചിരി കുറവ് കുടിച്ചു. ചൂട് വെള്ളം കുടിച്ച വയറുവേന മാറൂല കിച്ചു. എനിക്ക് വേണ്ട, ഞാൻ കുറച്ച് ഇരിക്കട്ടെ ഇങ്ങനെ. എന്നാ പിന്നെ ഞാനേ പോയിട്ട് ഹോട്ട് ബാഗ് എടുത്തോണ്ട് വരട്ടെ. എനിക്ക് വേണ്ട. എടാ വയറുവേന കുറയുടെ എന്നാ തിരുമ്പി തരട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നാലേ ഏതായാലും കാല് തിരുമ്പി തരാം. മനുഷ്യനെ കൊല്ലാനായിട്ട് ഒന്നാമത് വേദന എടുത്തിട്ടിരിക്കുക. നിനക്ക് പറഞ്ഞാലും മനസ്സിലാത്ത അന്നേരം അവളുടെ മറ്റടുത്ത കെയറിങ്ങോട്ട് വന്നേക്കണം. ഒന്ന് പോന്ന് സമാധാനം എന്താ? ഓ, എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ തന്നെ ഇരുന്നെങ്കിൽ വേദനിച്ചോ അല്ലേ? കണ്ടില്ലേ, ഇതിപ്പോ നമ്മളാണ് ചെയ്തിരുന്നെങ്കിലാ അറിയാലോ. എടാ എന്താടാ, എന്തുറ്റി? ഒരു നടുവേദനയും കൈയും കാലും വേദനയും, എനിക്ക് വയ്യ, മടുത്ത്. ഇത്രയൊക്കെ വേദന ഉണ്ടോ? നീ ആ പാഡൊന്ന് മാറ്റി വെച്ച് നോക്ക്. പാട് മാറ്റി വെച്ച എങ്ങനെ വേദന മാറുന്നേ അറിയില്ലേ. മിണ്ടാതിരി, പറ്റുമെങ്കിൽ കൈയും കലക്കും തിരുമിത്ത. എന്നിട്ട് വേണം നിന്റെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കാനല്ലേ? വേണ്ട. എടാ ഇത് എല്ലാ ആണുങ്ങൾക്കും വരുന്നത് തന്നെയല്ലേ. നിനക്കിത് ആദ്യമായിട്ട് വരുമൊന്നുമില്ലല്ലോ, എല്ലാ മാസവും നിനക്കിത് വരുന്നതല്ലേ. ഒന്ന് നിർത്തുന്നു. എല്ലാ മാസവും എല്ലാ ആണുങ്ങൾക്കും ഇടി, എല്ലാ ആണുങ്ങളുടെ ഒരേ സ്ട്രക്ചേഴ്സൊക്കെ എല്ലാം കറക്റ്റ് ആയിരിക്കുമോ? ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ബോഡി ടൈപ്പും എല്ലാം വ്യത്യാസമാണ്. അതിനനുസരിച്ചേ വരത്തുള്ളൂ. പിന്നെ എല്ലാ മാസവും ഈ വേദന ഞങ്ങൾ സഹിക്കുന്നുണ്ട്. നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പൊ ഇങ്ങനെ വേദന വന്നാൽ ഞങ്ങള് സഹിക്കൂലെന്നാണോ നീ പറഞ്ഞു വരുന്നേ? കുട്ട പോലെ ഞങ്ങള് സഹിക്കും കേട്ടോ അല്ലേ? ഇപ്പൊ മനസ്സിലായി എന്താ ഇവർക്ക് ആ വേദന കൊടുത്തേന്ന്.